നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മുത്തശ്ശി കഥ പോലെ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. അമ്മേ, എൻ്റെ അച്ഛന് രണ്ടച്ഛനും രണ്ടമ്മയും എങ്ങനെയുണ്ടായി? കുട്ടൂസിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ശ്രുതിക്ക് ചിരി വന്നു. കഥ പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഉറക്കാൻ കിടത്തിയതായിരുന്നു കുട്ടൂസിനെ. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കുട്ടൂസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കുട്ടൂസെ, അപ്പോൾ നീ കഥ കേൾക്കുകയല്ലായിരുന്നോ? പരിഭവത്തോടെ ശ്രുതി അവനോട് ചോദിച്ചു. കഥ കേൾക്കുകയമ്മേ, പക്ഷേ അമ്മയ്ക്ക് ഒരച്ഛനും ഒരമ്മയുമല്ലേ ഉള്ളൂ. എനിക്കും ഒരച്ഛനും ഒരമ്മയല്ലേ ഉള്ളൂ. പക്ഷേ അച്ഛന് മാത്രം എന്താ രണ്ടമ്മയും അച്ഛനും? അതെന്താ അങ്ങനെ? വീണ്ടും കുട്ടൂസിൻ്റെ ചോദ്യം ശരം പോലെ വന്നപ്പോൾ ശ്രുതി പറഞ്ഞു, നാളെ നമുക്ക് അച്ഛനോട് തന്നെ നേരെ ചോദിക്കാം. ഇപ്പോൾ മോൻ ഉറങ്ങിക്കോ. ഇതും പറഞ്ഞുകൊണ്ട് കുട്ടൂസിനോട് ശ്രുതി മുത്തശ്ശി കഥകൾ തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുട്ടൂസ് ഉറങ്ങിപ്പോയെങ്കിലും ശ്രുതി ഉറങ്ങാതെ ഓർമ്മകളിൽ മുഴുകി. ഓഫീസിൽ താൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യ ദിവസം തന്നെ പ്രദീപിനെ പരിചയപ്പെട്ടു. എന്നാൽ പ്രദീപ് ഒരു അന്തർമുഖിയാണെന്ന് കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷേ എന്താണെന്നറിയില്ല, പ്രദീപിനെ തനിക്ക് വലിയ ഇഷ്ടമായി. വീട്ടിൽ തനിക്ക് കല്യാണ ആലോചനകൾ തുടങ്ങിയപ്പോൾ അമ്മയോട് പ്രദീപിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വിവാഹക്കാര്യം പ്രദീപിൻ്റെ വീട്ടുകാരുമായി പരിചയമുള്ള ഒരാളെ കൊണ്ട് അച്ഛൻ സംസാരിപ്പിച്ചു. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം തമ്മിൽ സംസാരിച്ചു. പക്ഷേ അവർ അച്ഛൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, വിവരം പിന്നീട് അറിയിക്കാം എന്ന്. അടുത്ത ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ പ്രദീപ് പതിവില്ലാതെ എൻ്റെ നേരെ നോക്കി ഒന്ന് പതിയെ ചിരിച്ചു. ശ്രുതിയുടെ മറുപടി ചിരിയിൽ പ്രദീപ് അടുത്തു വന്നിട്ട് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞങ്ങൾ കോഫി കുടിക്കാൻ ക്യാൻറ്റീനിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് പ്രദീപ് തൻ്റെ ജീവിതം തുറന്നു കാണിച്ചു. ശ്രുതി, ഞാൻ മനസ്സുകൊണ്ടൊരു വിവാഹത്തിന് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഞാൻ മുക്തനായിട്ടില്ല. പ്രദീപ് തുടർന്നു. ഞാനും അമ്മുവും ഒന്നാകാൻ കൊതിച്ചവരായിരുന്നു. തങ്ങളെക്കാൾ സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലവാരത്തിലായിരുന്നു അവർ. അമ്മുവിൻ്റെ ശമ്പളമായിരുന്നു അവളുടെ വീട്ടുകാരുടെ ഏക ജീവിതമാർഗം. എങ്കിലും അമ്മുവിൻ്റെ വീട്ടുകാർ നല്ല സ്നേഹമുള്ളവരായിരുന്നു. അമ്മു അവരുടെ ഒറ്റ മകളായിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഒറ്റ പുത്രനുമാണെന്നറിയാമല്ലോ. വീട്ടുകാരുടെ സമ്മതത്തോടെ ഞങ്ങളുടെ വിവാഹം അവസാനം ഉറപ്പിച്ചു. കല്യാണത്തിന് വസ്ത്രങ്ങൾ എടുക്കാൻ ഞങ്ങൾ വീട്ടുകാർ ഒരുമിച്ച് പോയതായിരുന്നു. തുണികൾ എല്ലാം എടുത്ത ശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ കയറുന്ന സമയമായിരുന്നു. അതിനിടയിൽ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ച അമ്മുവിനെ എൻ്റെ കണ്ണിന് മുന്നിൽ വെച്ച് അമിത വേഗത്തിൽ വന്നൊരു വാൻ ഇടിച്ചു തെറിപ്പിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ തൽക്ഷണം തന്നെ അവൾ ഞങ്ങളെ വിട്ടുപോയി. പ്രദീപ് വാക്കുകൾ മുഴുവിക്കാനാകാതെ നിർത്തി. അല്പനേരത്തെ മൗനത്തിന് ശേഷം പ്രദീപ് വീണ്ടും തുടർന്നു. അതോടെ ഞങ്ങളെല്ലാവരും തകർന്നുപോയി. തുടർന്ന് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും കിടപ്പിലായി. ഒന്നിനു പുറകെ ഒന്നായി രണ്ടുപേരെയും രോഗങ്ങൾ പിടികൂടി. കൂടാതെ അവർക്ക് സാമ്പത്തികമായി പ്രാരാബ്ദങ്ങൾ കൂടിക്കൂടി വന്നു. അവരെ നോക്കാനും ആരുമില്ല. സാമ്പത്തികവും പ്രശ്നമായി. അങ്ങനെ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടെ അവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ വീട് വാടകയ്ക്ക് കൊടുത്തു. ആ വരുമാനം ചെറിയ രീതിയിൽ എങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടിപ്പോൾ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒറ്റ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ശ്രുതിയുടെ വീട്ടുകാർ അന്വേഷിച്ചു വന്ന കാര്യം അറിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ് അവരെയും സ്വന്തം മാതാപിതാക്കളായി കാണാൻ സമ്മതമുള്ള ഒരാളെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. ശ്രുതി അത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ധൃതി വേണ്ട, നന്നായിട്ട് ആലോചിക്കൂ. അന്ന് വീട്ടിലെത്തി ഞാൻ ഒരുപാട് ആലോചിച്ചു. പല രീതിയിലും ചിന്തിച്ചു. പ്രദീപ് ഒരു നല്ല മനസ്സിനുടമയാണല്ലോ എന്നതിൽ ഞാൻ സന്തോഷിച്ചു. ഇത്രയും ആത്മാർത്ഥതയും സൗമനസ്യവുമുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ വീട്ടിൽ അച്ഛനോടും അമ്മയോടും എനിക്ക് പ്രദീപ് അല്ലാതെ മറ്റൊരാളും ജീവിതത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നായത്. ശ്രുതി, ഇതുവരെ കുട്ടുസുറങ്ങിയില്ലേ? മുറിയുടെ അരണ്ട വെളിച്ചത്തിൽ പ്രദീപിൻ്റെ സ്നേഹസ്പർശത്തോടെയുള്ള പതിഞ്ഞ ശബ്ദം കേട്ട് ചിന്തയിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.